സംസ്ഥാനത്ത് അടുത്ത മാസം 8, 9 തീയതികളിൽ റേഷൻ കട സമരം. വ്യാപാരികൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ 48 മണിക്കൂർ പ്രതിഷേധിക്കും. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നതടക്കം പല ആവശ്യങ്ങൾ ഉന്നയിച്ചായിരിക്കും ഈ സമരം. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, നേരത്തെയൊക്കെ റേഷൻ കടകളിലെ പോസ്റ്റ് മെഷീനാണ് പണിമുടക്കിയത്. ഇപ്പോൾ വ്യാപാരികൾ പണിമുടക്കാൻ പോകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ആവശ്യം? അപ്പോൾ സർക്കാർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? പ്രജിൻ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ കട വ്യാപാരികൾ നേരത്തെ സൂചനാ സമരം നടത്തിയിരുന്നു. ഇതിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകാതെ വന്നതോടെയാണ് 2 ദിവസം കടകൾ അടച്ചിട്ടുകൊണ്ട് രാപ്പകൽ സമരം നടത്താൻ ഇന്നിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിനൊടുവിലാണ് അടുത്ത മാസം 8, 9 തീയതികളിൽ കടകൾ അടച്ചിട്ടുകൊണ്ട് സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, 48 മണിക്കൂർ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം രാപ്പകൽ സമരം നടത്താനും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. പ്രധാനമായും റേഷൻ കട വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക, നിയമാവലിയിൽ വ്യാപാരികളുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുക, ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് 2 ദിവസം കടകൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധിക്കാൻ നിലവിൽ തീരുമാനമായിട്ടുള്ളത്. പ്രജിൻ, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.